ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഉംറയുടെ ചുരുങ്ങിയ രീതി ഞാൻ പറയാം. ഉംറയുടെ ചുരുങ്ങിയ രീതി, ഹജ്ജിന്റെ രീതി നേരത്തെ പറഞ്ഞു. ഇനി ഉംറ എന്ന് പറഞ്ഞാൽ എന്താ? ഉംറ ആകെ എളുപ്പ. ഇഹ്റാം ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ചുറ്റിത്തുന്നിയ വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കി പുരുഷന്മാര്, സ്ത്രീകളാണെങ്കിൽ മുഖം മറക്കാൻ പാടില്ല എന്നുള്ളൂ. പുരുഷന്മാരാണെങ്കിൽ ഒരു തുണിയും മേലെ ഒരു ഷാളുമിട്ട് കുപ്പായൊക്കെ ഒഴിവാക്കണം. അതുപോലെ ചുറ്റിത്തുന്നിയ വസ്ത്രങ്ങള്, പടിവസ്ത്രങ്ങള്, ബനിയന് ഒക്കെ ഒഴിവാക്കണം. അതിനുശേഷം 2 റക്അത്ത്, ഇഹ്റാമിന്റെ 2 റക്അത്ത്, ഉംറയിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, സുന്നത്താണ്. എന്നിട്ട് ഞാൻ ഉംറക്ക് ഇഹ്റാം ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. പിന്നീട് തൽബിയത്തുകൾ ചൊല്ലുക. അങ്ങനെ തൽബിയത്ത് ചെയ്തുകൊണ്ട് കഅബ ഷരീഫിന്റെ അടുത്തേക്ക് പോയി കഅബ ഷരീഫ് 7 തവണ ചുറ്റുക. അതിന്റെ നിബന്ധനകൾ പാലിച്ച് ചൊല്ലേണ്ട ദിക്റൊക്കെ ചൊല്ലുക. കഅബ ഷരീഫ് ചുറ്റിയതിനു ശേഷം 2 റക്അത്ത് തവാഫിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കല്. മഖാം ഇബ്രാഹിമിന്റെ നേരെയാണ് ഏറ്റവും നല്ലത്, എവിടെ വെച്ച് നിസ്കരിക്കാം. ശേഷം സഫ മർവ ഇക്കടയിൽ 7 തവണ നടക്കുക. പിന്നെ മുടി നീക്കുക. ഇങ്ങനെയാണ് ഉംറയുടെ ചുരുങ്ങിയ രീതി. ഇതിന്റെ ഇടയിലൊക്കെ തവാഫ് ചെയ്യുമ്പോഴും മറ്റൊക്കെ ദുആ വർദ്ധിപ്പിക്കുകയും ദിക്റുകൾ ചൊല്ലുകയും അള്ളാഹുവിനെ പരിശുദ്ധമാക്കുകയും ഖുർആൻ ഓതുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ കഅബ തവാഫ് ചെയ്യുക, സഅയ് ചെയ്യുക. ഇതാണ് ഉംറയുടെ ചുരുങ്ങിയ രീതി എന്ന് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല നമുക്ക് ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും ഒക്കെ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.